ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് കുഞ്ഞുവിൻ്റെ റൂം ടൂർ കണ്ടാലോ. കുഞ്ഞുവിൻ്റെ റൂം ടൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുവിന് ഇത് പണ്ടേ തൊട്ടൊന്നുള്ള റൂമല്ല കേട്ടോ. ആൾക്ക് സ്വന്തമായിട്ടൊരു റൂം വേണമെന്ന് വലിയ താല്പര്യമായിരുന്നു. അങ്ങനെ ഞാനൊന്ന് സെറ്റാക്കി കൊടുത്ത റൂമാണ്. ആൾ ഇവിടെയൊന്നും അല്ലാട്ടോ കിടക്കുന്നത്. ഇത് അവരുടെ ടോയ്സ്, അവരുടെ ഡ്രസ്സസ്, അവരുടെ സ്റ്റഡി ടേബിൾ അതെല്ലാം ഉള്ള റൂമാണെന്നുള്ളൂ. കയറുമ്പോൾ തന്നെ അതേ ഡോറയിൽ അവരുടെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള എൽസയുടെ ഒരു പിക്ചർ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ കയറി ചെല്ലുന്നത് അവരുടെ സ്റ്റഡി ടേബിളിലേക്കാണ്. ആ സ്റ്റഡി ടേബിളിൻ്റെ സൈഡിലായിട്ട് ഞാൻ അവരുടെ ക്രയോൺസ്, പെൻസിൽസ്, സ്കെച്ചുകൾ, എറേസേഴ്സ്, ബാലൻസ് വരുന്ന ഐറ്റംസൊക്കെ ഞാൻ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അവരുടെ ഒരു വാട്ടർ ബോട്ടിലും ഇരിക്കുന്നുണ്ട്. അവിടെ തന്നെ ആൾ ഇതേ കണ്ടില്ലേ, ഒരു ക്യാരക്ടറിനെ ഒട്ടിച്ചും വെച്ചിട്ടുണ്ട്. ആൾ ഇവിടെ ഇരുന്ന് അല്ലാട്ടോ പഠിക്കുന്നത്. മെയിനായിട്ട് ആൾ പഠിക്കുന്നത് ഹാളിൽ ഇരുന്നാണ്. പിന്നെ ആൾക്ക് ക്ലേ മോഡൽസ്, അതേപോലെ തന്നെ സ്ലൈം, പെയിൻറ്റിങ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വർക്കുകൾ വരുമ്പോൾ മാത്രമാണ് പുള്ളിക്കാരത്തി ഇവിടെ യൂസ് ചെയ്യാറുള്ളൂ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഞാൻ ജസ്റ്റ് ഒരു ടേബിൾ, ഒരു 2-3 കള്ളിയുടെ ഒരു ഷെൽഫ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ആക്കടെ മെയിനായിട്ടുള്ള ബാഗ് കളക്ഷനാണ്. ആദ്യം തന്നെ ബാഗ് കളക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ക്യാഷ്വലായിട്ട് ഇടുന്ന ബാഗുകൾ, അതേപോലെ ആക്കടെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ആൾക്ക് പറ്റിയ 1-2 ജോഡി ഡ്രസ്സുകളൊക്കെ ഇടുന്നതും, പിന്നെ പിക്നിക്കിനൊക്കെ പോകാൻ പറ്റിയ ബാഗുകളും ആക്കടെ മെയിൻ ബാഗൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ ആക്കടെ ബോക്സ് ഉണ്ട്. പിന്നെ അടിയിലായിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും വെച്ചിട്ടൊന്നുമില്ല. കളറടിക്കുന്ന ബുക്കുകൾ, കൊട, അമ്പള്ള, പിന്നെ ചപ്പൽസ്, ചെരുപ്പുകൾ, ഷൂകൾ അതൊക്കെയാണ് വച്ചേക്കുന്നത്. പിന്നെ ആക്കടെ ക്ലേ മോഡൽസൊക്കെ ഇവിടെ വെച്ചാൽ ഇളയ ആൾ നശിപ്പിച്ച് കളയും. പിന്നെ ഇതാണ് ആക്കടെ മെയിൻ ഇഷ്ടപ്പെട്ട ഡോൾ. ഇത് ആക്കടെ ഒരു പ്ലേ ഏരിയ ആട്ടോ. ഈ ഡോളാണ് ആക്കടെ ഫേവറേറ്റ്. അതിൻ്റെ മേളിലായിട്ട് പുള്ളിക്കാരത്തി കുറേ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ആക്കടെ മെയിനായിട്ട് ഉള്ള കീ ചെയിൻ ആയിരുന്നു. ഇത് പൊട്ടിപ്പോയപ്പോൾ ആളത് സങ്കടത്തിൽ ഒട്ടിച്ച് വെച്ചേക്കണതാണ് അവിടെ. പിന്നെ ആക്കടെ മെയിനായിട്ടുള്ള ഡോൾസിനെയൊക്കെ ആൾ വച്ചേക്കുന്നത് ബെഡിൻ്റെ മേളിലാണ്. ഇതെല്ലാം ഞാനൊരു കാർഡ്ബോർഡിലിട്ട് ബെഡിൻ്റെ അടിയിൽ വെച്ചേക്കുമായിരുന്നു. ഇതാക്കൊരു സർപ്രൈസായിട്ടാണ് ഞാനിവിടെ സെറ്റാക്കി വെച്ചേക്കുന്നത്. കാരണം ആളുടെ ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമാണ് എൻ്റെ പാവയൊന്നും വയ്ക്കാൻ സ്ഥലമില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് ഞാൻ സെറ്റാക്കി കൊടുത്തേക്കുന്നതാട്ടോ. പിന്നെ ഇതിൻ്റെ അകത്തുള്ള പലതും 5 വർഷത്തോളം പഴക്കമുള്ളതാണ്. ഇത്രയൊന്നും അല്ലായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. ഈ കട്ടിലേ കൊള്ളില്ലാത്ത രീതിയിലുള്ളതുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് അവൾ കാണാണ്ട് എടുത്ത് കളഞ്ഞു. അവളുടെ 2 ഇരട്ടി വലിപ്പമുള്ള പാവകൾ വരെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ കളിപ്പാട്ടങ്ങൾ ഞാനെടുത്ത് ഇങ്ങനെ കാർഡ്ബോർഡ് ബോക്സിലാക്കി എടുത്ത് വെച്ചു. കാരണം ഒരു പരിധി കൂടുതൽ ടോയ്സായിട്ട് വീട് മുഴുവൻ ടോയ്സായിരുന്നു. പിന്നെ ഇളയ ആളും കൂടെ ആയി കഴിഞ്ഞപ്പോൾ ഇളയാൾക്ക് കൊടുക്കാനുള്ള മടി കൊണ്ട് ആളെല്ലാം എടുത്ത് ഒളിപ്പിച്ച് വെക്കുമായിരുന്നു. പിന്നെ ആക്കടെ വാർഡ്രോപ്പാണിത്. ഇതിൻ്റെ അകത്ത് ആക്കടെ ഡ്രസ്സുകൾ, അതേപോലെ ഓർണമെൻറ്റ്സ്, ഹെയർ ക്ലിപ്സ്, ബുഷസ്, ഹെയർ ബാൻഡ്സ്, ബാംഗിൾസ്, ചെയിൻസ് അങ്ങനെയുള്ള എല്ലാം ഇതിൻ്റെ അകത്താണ് ആൾ സൂക്ഷിച്ച് വെച്ചേക്കുന്നത്. ഇതെല്ലാം ചിന്നു എടുക്കാണ്ട് കുഞ്ഞ് ഒളിപ്പിച്ച് വെച്ചേക്കുന്നതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാട്ടോ. ഇതൊരു ദിവസം ഞാൻ എല്ലാം കാണിച്ചു തരാം. പിന്നെ അവൾക്ക് എടുക്കാൻ എളുപ്പത്തിന് അവക്കടെ നൈറ്റ് വെയേഴ്സൊക്കെ ഞാനിവിടെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാകുമ്പോൾ ആൾക്ക് എൻ്റെ ഹെൽപ്പ് ഇല്ലാണ്ട് എടുക്കാൻ എളുപ്പമാണ്. അതാണ് ഞാൻ അങ്ങനെ വച്ചു കൊടുത്തേക്കുന്നത്. പിന്നെ ഇതാണ് കുഞ്ഞൂസിൻ്റെ റൂമെന്ന് പറയുന്നത്. ഇത് കുഞ്ഞൂസിൻ്റെ റൂമെന്ന് വെച്ചാൽ കുഞ്ഞൂസിന് ഇപ്പോൾ ഇത് നമ്മളങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കുന്നില്ല. ആൾക്ക് കളിക്കാനും എഴുതാനും അതേപോലെ തന്നെയുള്ള സാധനങ്ങൾക്കൊക്കെയുള്ള റൂമാണ്. പിന്നെ ആൾക്ക് കുറേ ക്ലേ മോഡൽസും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. എല്ലാം വാർഡ്രോബിൽ കയറ്റി വെച്ചേക്കുവാണ്. കാരണം അതൊക്കെ ചിന്നുവിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവൾ നശിപ്പിച്ച് കളയും. ഇനി നമുക്ക് കുഞ്ഞുവിൻ്റെ ഡ്രസ്സ് കളക്ഷൻസ് കണ്ടാലോ. കുഞ്ഞുവിൻ്റെ ഡ്രസ്സ് കളക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുവിൻ്റെ മെയിനായിട്ടുള്ള പാർട്ടി വെയേഴ്സാണിത്. കുഞ്ഞൂസ് എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമാണ് ഇതൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. അതിൻ്റെ അകത്ത് കുഞ്ഞുവിൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ റെഡാണ്. ഇത് കുഞ്ഞിന് വളരെയധികം ഇഷ്ടം. എവിടെ പോയാലും ഇത് എടുത്തിടുന്നതാണ് ആൾക്ക് ഇഷ്ടം. പിന്നെ ഞാൻ മാക്സിമം അതങ്ങനെ യൂസ് ചെയ്യിക്കാറില്ല. കാരണം ഇത് ഭയങ്കര ഫ്ലെയർ ആയിട്ടുള്ള മോഡലാണ്. ഭയങ്കര ചൂടുമായിരിക്കും അത് ഇട്ട് കഴിഞ്ഞാൽ. പിന്നെയുള്ളതൊരു പ്രിൻസസ് നെക്ക് വന്ന ഈ ഉടുപ്പാണ്. ഇത് അത്യാവശ്യം കുഴപ്പമില്ല, ഇടാൻ നല്ല രസമാണ്. ഇടുമ്പോൾ നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെയുള്ള ഉടുപ്പുകൾ ആൾക്ക് ഇഷ്ടമാണ് ഇടുന്നത്. പിന്നെ ഞാൻ മെയിനായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാറൊന്നുമില്ല. പിന്നെ ഇതൊക്കെ ചെറുതായി തുടങ്ങി. കാരണം 2 വർഷവും ഒക്കെ പഴക്കമായതാണ് എല്ലാം തന്നെ. ആളെല്ലാം കളയാണ്ട് സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഡ്രസ് കളക്ഷൻസും വന്നേക്കുന്നത്. ഇതിനകത്ത് ഞാൻ ക്യാഷ്വൽ വെയേഴ്സ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ ഇതും കണ്ടില്ലേ, നല്ല ഫ്ലെയർ ആയിട്ടുള്ള ഡ്രസ്സായിട്ടിട്ട്. ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഇങ്ങനെ ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ നല്ല ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും. ഉള്ളതിൽ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് അത്യാവശ്യം നല്ല ഫ്ലെയർ ആയിട്ട് കിടന്ന് നല്ല അടിപൊളി
ഡ്രസ്സാണിത്. ഇതിങ്ങനെ അലമാരിയിലിരുന്നാണ് ഇങ്ങനെ ഒന്ന് ചുരുങ്ങിപ്പോയത്. ഇത് തേച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. ഇതിനും ചേരുന്നൊരു ക്രൗണൊക്കെ വയ്ക്കുവാണെങ്കിൽ ജസ്റ്റ് നമ്മൾ എന്താ പറയുന്നത് ഒരു എൽസ മോഡലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഈ കളർ എന്ന് പറയുന്നത് ഇത് ഈ കാണുന്നതിനേക്കാൾ ഇത്തിരി കൂടി ഒരു ലൈറ്റ് കളറാണ്. നല്ല നമുക്ക് കണ്ടാൽ തന്നെ നല്ലൊരു ഭംഗി തോന്നുന്ന കളറാട്ടോ ഇത്. ഇതിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, 2 കിലോയോളം ഉണ്ട്. കാരണം അതിൻ്റെ അടി കണ്ടില്ല, നല്ല ഫ്ലെയർ ആണത്. ആകെ ഞാൻ അതുകൊണ്ട് അത്രയും യൂസ് ചെയ്യാറൊന്നുമില്ല. പിന്നെ ആകെ ഫ്രോക്കിൽ തന്നെ ക്യാഷ്വലായിട്ട് വന്ന ഡ്രസ്സാണ് ഇത്. ഇത് ഇടാൻ നല്ല സുഖമാണ്, നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഇത്. പിന്നെ ആളിടുമ്പോൾ ഇതിൻ്റെ ഓവർകോട്ട് യൂസ് ചെയ്യാറില്ല. കാരണം ഇതിന് ഓവർകോട്ട് ഇടുമ്പോൾ ചൂടാണെന്നും പറഞ്ഞ് ആളിതിൻ്റെ ഓവർകോട്ട് യൂസ് ചെയ്യാറില്ല. പിന്നെ അത് ഇടാൻ നല്ല സുഖം കേട്ടോ. അതിൻ്റെ അകത്തൊരു ടൈ വരുന്നുണ്ട്, ബെൽറ്റ് ടൈ വരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അത് ഇട്ടാണ് പുള്ളിക്കാരത്തി ഇടുന്നത്. കോട്ട് യൂസ് ചെയ്യാറേ ഇല്ല. അതിൻ്റെ ടൈ ആളിവിടെ എവിടെയോ വെച്ചിട്ടുണ്ട്. ഇതാണ് ടൈ. ഇത് കെട്ടിയിടുമ്പോൾ അത്യാവശ്യം ഒതുങ്ങി കിടന്നോളും. ഇതും എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സ് ഒന്നാട്ടോ ഇത്. പിന്നെ കാഷ്വൽ വെയറായിട്ട് പുള്ളിക്കാരത്തി അടുത്തിടുന്ന ഡ്രസ്സാണ് ഇത്. ഇത് ഏകദേശം ഇട്ടിട്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ പുള്ളിക്കാരത്തി ഇത് ഇടാറുണ്ട്. കാരണം ഇതാണ് മെയിനായിട്ട് ആൾ കാഷ്വൽ വെയറായിട്ട് ഇടുന്ന ഡ്രസ്സ്. കാരണം ഇത് ഇടാൻ നല്ല സുഖമാണ്, ചൂടെടുക്കുകയില്ല, നല്ല മെറ്റീരിയലാണ്, നല്ല കംഫർട്ടായിട്ട് കിടന്നോളും. ഇതാണ് ആക്കടെ ഒരു കാഷ്വൽ വെയർ. പിന്നെ ആക്കടെ 5th ബർത്ത്ഡേക്ക് ഞാൻ എടുത്ത ഡ്രസ്സാണിത്. ഇത് പുള്ളിക്കാരത്തിക്ക് അത്രയൊന്നും ഇഷ്ടപ്പെട്ട് എടുത്തതല്ല, ഞാനിങ്ങനെ സർപ്രൈസായിട്ട് കൊടുത്തതാണ്. പക്ഷെ ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇത് നമുക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് ലുക്കൊക്കെ ഉണ്ടെങ്കിലും ഇതൊരു ഗൗണാണ്. അത് പിന്നെ അടിയിലത്തെ മെറ്റീരിയലിന് കുറച്ച് കട്ടിയുണ്ട്, അപ്പോൾ അതിൻ്റേതായ ഒരു ചൂടുണ്ട്. പക്ഷെ അങ്ങനെ നമ്മൾ വിചാരിക്കുമ്പോൾ അങ്ങനെ ഒരുപാട് കട്ടിയൊന്നുമില്ല കേട്ടോ. ഒരു ജീൻസ് മോഡൽ, നമുക്കറിയാലോ, അത് കാണുമ്പോൾ തന്നെ അറിയാം ഒരു ജീൻസ് മോഡലാണ്. ഇതാണ് പുള്ളിക്കാരത്തിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പട്ടുപാവാട എന്ന് പറയണത്. പക്ഷെ ഇതുവരെ പുള്ളിക്കാരത്തി ഇത് ഇട്ടിട്ടില്ല കേട്ടോ. കാരണം ഇത് ഇടേണ്ട ഒരു അവസ്ഥ പുള്ളിക്കാരത്തിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഓണ സെലിബ്രേഷൻ എടുത്തതാണെങ്കിലും കഴിഞ്ഞ വർഷത്തെ ഓണ സെലിബ്രേഷൻ പാകാവില്ലായിരുന്നു. ഈ വർഷം ആൾ ഓണ സെലിബ്രേഷന് പോയിട്ടുമില്ല, ആൾക്കൊന്നും സുഖമില്ലായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കും. പിന്നെ ആൾക്ക് ഇത് ഇടാനൊരു ചെറിയൊരു മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്കേർട്ട് ഇങ്ങനെ ടൈ ചെയ്യുന്ന ടൈപ്പാണ്. അപ്പോൾ പുള്ളിക്കാരത്തിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. അതിന് നമുക്കത് എലാസ്റ്റിക്കും എല്ലാം ഇട്ട് കഴിഞ്ഞാൽ യൂസ്. പിന്നെ ആളുടെ ഒരു ഷറാറയാട്ടോ ഇത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ആരും തെറ്റിദ്ധരിക്കേണ്ട. അതിൻ്റെ അടിയിൽ ഞാൻ പാൻറ്റ് കയറ്റി വെച്ചേക്കുന്നതാണ്. ഇത് അത്യാവശ്യം നല്ല ഷറാറയാട്ടോ. ഇത് 1-2 തവണയാണ് ഇട്ടിട്ടുള്ളൂ. ഈ പറയും പോലെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷന് മാത്രമല്ല നമ്മളിങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഇടുന്നുള്ളൂ. ഇത്രയൊക്കെ ഉള്ളൂ കുഞ്ഞുവിൻ്റെ ഡ്രസ് കളക്ഷൻസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോസ് കിട്ടണമെങ്കിൽ എല്ലാവരും പേജ് ഫോളോ ചെയ്ത് കൂടണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് മറക്കാണ്ട് ചെയ്യുക. താങ്ക്